നല്ല വീക്ഷണത്തിലേക്ക് വരിക എന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് ഒരു പുതുമയുള്ള കാര്യം അല്ല. ഒന്ന് ആലോചിച്ചാൽ ഏത് ഗ്രന്ഥത്തിലും നമുക്ക് അറിയണ കാര്യമല്ലേ ഇത്? അങ്ങനെ പുതിയൊരു കാര്യം ഏത് ഗ്രന്ഥത്തിലുള്ളത്, ഏത് പുസ്തകത്തിലുള്ളത്? ഞാനും പുതിയ പുസ്തകം എഴുതാൻ പോവുക. എന്താ പുതുതായിട്ട് പറയാൻ പോണത്? ഇതുവരെ പറഞ്ഞത് തന്നെ. അത് ശരി. എങ്കിൽ പിന്നെ എന്തിനാ കേൾക്കണം? ദിവസേന രാവിലെ എണീച്ച ചായ കുടിക്കുന്നില്ലേ? പിന്നെ എന്തിനാ എന്ത് ചായ കുടിച്ച്? ഇത് കുടിക്കണമല്ലോ. ദിവസേന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നല്ലേ, പിന്നെ എന്തിനാ എന്ത് കഴിച്ചു? ഇത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കണം. നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അതിൽ ഒരു കാര്യമുണ്ട്, റിപ്പീറ്റേഷൻ ഇല്ല. പുരാണ കഥകളിൽ ആവർത്തനം ഇല്ല. എത്ര തവണ കേട്ട കഥയാണ് വീണ്ടും കഥകളിയിൽ ആവർത്തിക്കുന്നത്? ആ കഥ അറിയാം, ഇന്നതാ സംഭവിക്കാന്നറിയാം. അവരവിടെ നിന്ന് വേഷം കെട്ടി അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവുള്ളൂ. കൂട്ടുകാർ പിറകിലൊക്കെ ഉണ്ടാവും, കഷ്ടം പിടിക്കുന്ന ആൾ അവിടെ ഉണ്ടാവും. പിന്നെ എങ്ങനെ ആസ്വദിക്കുന്നത്? എത്ര തവണ അറിഞ്ഞിരുന്നാലും ചില കാര്യങ്ങൾ നന്മയ്ക്ക് ആവർത്തനം ഇല്ല. പല പ്രഭാഷകരും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. തുടങ്ങുമ്പോഴേക്കേ അറിയാം എന്നതാ പറയാൻ പോണെന്ന് അറിയാം. പക്ഷെ ഓരോ തവണയും പറയണ്ടേ? കണ്ണുകളെ പരിപാലിക്കണം, ഓരോ തവണയും പറയണ്ടേ? കർണൻ ആണ് സറണ്ടർ ചെയ്യുന്ന കാര്യത്തിൽ, ഉപേക്ഷയുടെ കാര്യത്തിൽ, ദാനം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാണ്. ഇപ്പോഴും കർണന്മാരുണ്ട്. വേറൊരാൾക്ക് അവനവന്റെ സാധനങ്ങൾ കൊടുക്കാൻ ഒരു മടിയില്ലാത്തവരുണ്ട്. അയ്യോ ഇപ്പൊ അങ്ങനെയൊന്നും കിട്ടില്ല. നമ്മൾ ഈ ദുഷ്ടന്മാരെ മാത്രം കണ്ടിട്ട് ലോകം മുഴുവൻ ദുഷ്ടന, അയലിന്റെ കാശൊക്കെ പിടിച്ചു വാങ്ങി നല്ലവനാ കൂട്ടത്തിലുണ്ട്. കർണൻ നല്ലൊരു വെള്ളിത്തളികയിൽ എണ്ണ വെച്ചുകൊണ്ടിരിക്കുക തലയിൽ. കൃഷ്ണൻ അതുവരെ ഈ കൃഷ്ണനൊരു സ്വഭാവമുണ്ട്. എന്ത് കണ്ടാലും ചോദിക്കും, എന്ത് കിട്ടിയാലും മതിയാവില്ല വിളിക്കും. നമ്മളുടെ അടുത്ത് എന്ത് കിട്ടിയാലും. എനിക്ക് ഓർമ്മയുണ്ട്, ബാല്യത്തിൽ ഒരു 5 വയസ്സുള്ളപ്പോ കുറച്ചു കാലം നമ്മുടെ അമ്മയായിട്ട് പെരുമാറാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ആ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് മുത്തശ്ശിയായിട്ടുള്ള ബന്ധം. അപ്പൊ 30 കിലോമീറ്റർ പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർക്ക് ഉള്ളൂ എങ്കിൽ പോലും അതൊരു വലിയൊരു വേറെ സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് കണ്ടാലും കൃഷ്ണൻ ചോദിക്കും. പെണ്ണുങ്ങൾ വല്ലാതെ ആഭരണം കിട്ടിയിട്ടൊന്നും ഗുരുവായൂർക്ക് പോകാൻ പാടില്ല, കാരണം കൃഷ്ണൻ കണ്ടാൽ അങ്ങോട്ട് ചോദിക്കും. പുള്ളിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. എഴുതുക ആ എന്ത് കിട്ടിയാലും കൃഷ്ണൻ ചോദിക്കുക എന്നുള്ളതിന്റെ അർത്ഥം കൃഷ്ണന്റെയാണ്. ഇതൊക്കെ കൃഷ്ണന്റെയാണ്. അദ്ദേഹത്തിലേക്ക് നാം സമർപ്പിക്കണം എന്നാണ് അർത്ഥം. ഇതൊക്കെ നമ്മുടെയാണ്. ഈ ഞാൻ പാടുന്നു, ഈ ശക്തി എവിടുന്ന് കിട്ടി? പരമാത്മാവിൽ നിന്ന്. അവിടേക്ക് സമർപ്പണം. ഇതാണ് കൃഷ്ണൻ ചോദിക്കുന്ന അർത്ഥം. അത് നല്ല ഭംഗിയുള്ള തരികയാണല്ലോ, അത് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു കൃഷ്ണൻ കർണനോടെ. കൃഷ്ണൻ ഇപ്പൊ അങ്ങനെ തരികയുടെ ആവശ്യമുണ്ട്. ഇത് ചോദിക്കുമ്പോഴേ ഈ ഇടത്തെ കയ്യിൽ വെച്ചിട്ടായ തരുന്ന അങ്ങോട്ട് കൊടുത്തു. ചോദിക്കലും കൊടുത്തു. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കാര്യം പറയുന്നു, അപ്പൊ ചെയ്യണം. അപ്പൊ കൃഷ്ണൻ അതിലേറെ സന്തോഷായി.
ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ ഇടത്തെ കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ശരിയാണോ കർണാണ് ചോദിച്ചു. ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുക. ഞാൻ എന്നോട് പലരും ചോദിക്കുമ്പോ ഞാൻ വലത്തെ കൈ കൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. ഇനി ഏത് പറയാം. കർണം പറഞ്ഞു ഇടത്തെ കൈ കൊണ്ട് തരുന്നത് തെറ്റാന്നറിയാം, പക്ഷെ ആ തെറ്റ് ചെയ്താൽ ചില ശരികൾ അതിലുണ്ട്. ഇടത്തെ കൈയിന്റെയും വലത്തെ കൈയിന്റെയും പ്രവർത്തനങ്ങൾ വേറെ വിഷയമാണ്, വേറെ രീതിയിൽ പറയാൻ കേട്ടോ. വലത്തെ കയ്യിലേക്ക് തരുമ്പോൾ ഒരു സെക്കൻഡ് വരും, ഒരു നിമിഷം. ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ ഒരു നിമിഷം വൈകരുത്. വളരെ പെട്ടെന്നുള്ള ആവശ്യം വന്നു, നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് വിട്ട് ഏതോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അയ്യോ എനിക്ക് ആലോചിക്കണം, ഞാനുണ്ടായിട്ട് ആള് താക്കോൽ കിട്ടിയില്ല, എന്നാൽ രാമനെ മുലക്കിയ കഴുത്തിന് വേദനയാണ് ഞാൻ കിടക്കാറ് പറയുന്നത്. അയാളെ അപ്പം ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വലിയ സഹായം. ഈ ഞാനൊന്നും പറഞ്ഞിട്ട് ഒരു സൽക്കർമ്മം ചെയ്യാൻ ഒരു നിമിഷം വൈകരുത് എന്ന് പറഞ്ഞു. കർമ്മം ഇടത്ത കൈകൊണ്ട് കൊടുക്കാറ്. എന്തേ ഒരു നിമിഷം വൈകിയാൽ കുഴപ്പമെന്നു. ഒരു നിമിഷം വൈകുമ്പോ അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്ന വല്ല തീർച്ചയുണ്ടോ? ഉണ്ടോ? വല്ല തീർച്ചയുണ്ടോ? ഏതൊരു വ്യക്തിയും മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നിമിഷം അത് ജീവിച്ചിരുന്നല്ലോ. അപ്പൊ ഈ കർമ്മം ചെയ്യാൻ പറ്റുമോ? നാം സഹായിക്കാൻ കഴിയുമായിരുന്ന പലവരെയും നമ്മൾ സഹായിച്ചിട്ടില്ല, അവര് മരിച്ചുപോയി. രണ്ട് കാര്യം, സ്വീകരിക്കേണ്ട ആൾ മരിച്ചാലോ? കൃഷ്ണൻ ഏത് സമയത്തും ഉണ്ടാവുമോ? ഇത് ചോദിച്ചു, എന്നിട്ടോ കൃഷ്ണൻ മരിച്ചു, കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണനെയും തലികയൊക്കെ വിടുക. ഇനി പലവരെയും അഭിനന്ദിക്കാൻ പറ്റുമോ? തക്ക സമയത്ത് അഭിനന്ദിച്ചില്ലെങ്കിൽ ഞാൻ ഉള്ളിൽ വെച്ചു. എന്നിട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അയാളെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞത് അയാളെച്ചാ മകനോ സഹോദരനായിരിക്കും. അല്ല, ഞാൻ അഭിനന്ദിച്ചാലേ പൊന്തിപ്പോവും. അപ്പൊ അഹങ്കാരം അയാൾ നശിക്കും. എന്താ സ്നേഹം! പ്രശംസിച്ചാലേ അഹങ്കാരം വരും. അപ്പൊ വല്ലാതെ ഉയരാതിരിക്കാൻ വേണ്ടി ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ട ഭാവം നടിക്കില്ല. കൃഷ്ണൻ പറയാണ് ഞാൻ ജീവിച്ചിരിക്കണം, കൃഷ്ണൻ ജീവിച്ചിരിക്കണം. 3, കൃഷ്ണൻ തന്നെ പറയാണ് ഞാൻ ചോദിച്ചു എന്നുള്ളു, തരാനാണ് അറിയാൻ വേണ്ടി ചോദിച്ചാ. അപ്പൊ ഈ കർമ്മം ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എനിക്ക് വേണ്ട. അപ്പോഴോ? അപ്പൊ എനിക്ക് സത്കർമ്മം ചെയ്യാൻ പറ്റും? തീർന്നില്ല. ഈ ഒരു സെക്കൻഡിന്റെ ഇടയ്ക്ക് എന്റെ മനസ്സൊന്ന് മാറിയാലോ? അതാലോചിച്ചു. ഇയാൾ കാണുന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ വളരെ കയ്യിലേക്ക് മാറ്റുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ ഞാൻ ചിന്ത പറഞ്ഞാൽ അല്ല ഇതിപ്പോ തരാൻ പറ്റില്ല. ഇതിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എനിക്ക് സമ്മാനിച്ച, അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിത്തരാം. കള്ളൊക്കെ പറയും. എന്റെ മനസ്സ് മാറാം, വാങ്ങുന്ന ആളുടെ മനസ്സ് മാറാം. അതും തീർന്നില്ല. ഈ കളി കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം കണ്ടു കാണുമല്ലോ കൃഷ്ണൻ. ആ ആവശ്യം അപ്പൊ വേണ്ട. നമ്മൾ പറയാറില്ല ആ ഫോൺ തരൂ, ഞാൻ എടുക്കുമ്പോഴേക്കും അല്ല വേണ്ട, ഞാൻ ഈ നമ്പറിൽ വിളിച്ചോ. ഒരു നന്മയെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് ഒരു കാര്യം ചെയ്യുമ്പോ ഇതാണ് കർണൻ തന്ത്രശാസ്ത്രത്തിൽ പ്രതിദാനം ചെയ്യുന്നത്. താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. കർണൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചൊന്നുമല്ല. ഈ പ്രകൃതിയുടെ സൃഷ്ടി, ജീവജാലങ്ങള്, മനുഷ്യര്,
ഞാൻ മനുഷ്യനാണ് എന്ന അഭിമാനം, നമ്മുടെ ചുറ്റുമുള്ള ഓറ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കഥാരൂപത്തിലാക്കിയാണ് മഹാഭാരതം ചെയ്തത്. ആ കഥയില് ഓരോ കഥാപാത്രവും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ജ്യേഷ്ഠനാണെന്നുള്ള വിവരം സഹോദരന്മാർ അറിയുന്നില്ല എന്നല്ലേ പറയുന്നു. വളരെ വിസ്തരിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. പൊതുവെ നന്മ ചെയ്യാൻ ഒരു നിമിഷം പോലും വൈകരുതെന്ന് മാത്രം ചിന്തിക്കും വാക്കുകൾ സംഭരിക്കുന്നു.